ഇന്ന് ലേഡീസിന് വേണ്ടിയൊരു ടോപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെറൂൺ കളറിൽ ഈ ലൈറ്റ് ബ്ലൂ കൊണ്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കാണാൻ ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തത്. ഇതൊരു ക്യാഷ്വൽ ഒക്കേഷനും അല്ലെങ്കിൽ ഒരു വീക്ക്ലി വൺസ് ഉപയോഗിക്കാവുന്ന ഒരു ഓഫീസ് വെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രീപ്പ് മെറ്റീരിയലാണ്. ക്രീപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോട്ടൻ്റെ ഒരു ടച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്ലീവ്സ് ഫുൾ ലെങ്ത് ഉള്ള സ്ലീവ്സ് എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് തോന്നി. ഇതിൻ്റെ സ്ലീവ്സിനെ ബിഷപ്പ് സ്ലീവ്സ് എന്നാണ് പറയുന്നതാണ് ഞാൻ വായിച്ചത് മനസ്സിലാക്കിയത്. ഈ ബിഷപ്പ് സ്ലീവ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഡ്ത്ത് കാരണമായിരിക്കും, ആ വിഡ്ത്തിൻ്റെ ഒരു പാറ്റേൺ കൊണ്ടായിരിക്കും അതിനെ ബിഷപ്പ് സ്ലീവ്സ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് ഈ ബിഷപ്പ് സ്ലീവ്സ് വരുമ്പം ഇതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഈ സ്ലീവ്സ് ഇതിൻ്റെ ഒരു ഫ്ലാറ്റാക്കി വെക്കാമായിരുന്നു. ഇതുപോലെ ഇവിടെ പ്ലേറ്റ് കൊടുക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇവിടെ ഫ്ലാറ്റാക്കി കൊണ്ടുവരായിരുന്നു തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബെൽറ്റ് പോലെ കാണുന്നില്ല. ഇത് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വിസിബിളായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ എലാസ്റ്റിക് ഉള്ള പോർഷനിൽ ഒരു ബെൽറ്റ് പോലെ ഒരു വരുവാണെങ്കിൽ, ഒരു ബക്കിളൊരു ബെൽറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ആ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു പാറ്റേൺ കവറപ്പ് ചെയ്യുമായിരുന്നു. ഈ നെക്കിൻ്റെ ഒരു ഷേപ്പിനെ സ്വീറ്റ് ഹാർട്ട് ഷേപ്പ് എന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഉള്ള കാരണമാണ് അതിന് സ്വീറ്റ് ഹാർട്ട് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ഷേപ്പ് കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കോളറിൽ വളരെ വീക്കായിട്ട് തോന്നി. ഈ ഒരു ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു കോളറിൽ ഹാഫ് കോളർ പാറ്റേൺ ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ബാക്ക് സൈഡിലും ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് പാറ്റേണിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ബാക്ക് സൈഡിലും ആ ഒരു പാറ്റേൺ നല്ല വിസിബിളും കാണാൻ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇത് ആദ്യം ഓർഡർ ചെയ്ത സമയത്ത് ഈ മെറൂണിൽ വൈറ്റ് കളർ ഫ്ലോറൽ പ്രിൻറ്റ് വരുമെന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോഴാണ് ഈ ലൈറ്റ് ബ്ലൂ ആണെന്ന് എനിക്ക് മനസ്സിലായത്. ആ ഇമേജിനകത്ത് കാണുമ്പോൾ ജസ്റ്റ് ആദ്യം കാണുമ്പോൾ മനസ്സിലാവത്തില്ല. ഈ മെറൂണിൽ വൈറ്റ് കളർ കോംബോ വന്നിരുന്നെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടായിരുന്നു. മെറൂൺ ലൈറ്റ് ബ്ലൂ കളർ കോംബോ അല്ലാണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോംബോ വരുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. ഓർഡർ ചെയ്തപ്പോഴും കിട്ടിയപ്പോഴും ഉള്ളൊരു ഇത് നോക്കുമ്പോൾ ഒരു 80% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനല്ല ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അപ്പിയറൻസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു കിട്ടിയതും ആ ഓർഡർ ചെയ്തതനുസരിച്ച് ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പം ഒരു 80% ഇത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നു, ഒരു ഗാർമെൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടുമായിരുന്നു. ഇതിനൊപ്പം ഒരു റെഫറൻസ് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു പിൻട്രസ്റ്റിൽ കണ്ട ഈ ഒരു ടോപ്പിലോ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് തോന്നി. ഹെവി ആയിട്ടൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഈ ഒരു ടോപ്പ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ടോപ്പ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക, മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഒരു റെഫറൻസ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ടോപ്പിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കാണാനൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഫാബ്രിക് കാണാൻ വലിയ ഗുണമില്ല, പക്ഷേ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഞാൻ റെഫറൻസായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റ് എല്ലാത്തിലും കൊണ്ടുവരുവാണെങ്കിൽ കാണാൻ ഒരു ഭംഗിയുണ്ടല്ലോ. പ്രത്യേകിച്ച് ലേഡീസ് ഗാർമെൻറ്റിൽ ഇങ്ങനെ ഒരു ഫ്ലോർ പ്രിൻറ്റ് കാണാൻ ഒരു ഭംഗിയായിരിക്കും. അതിപ്പോൾ ടീഷർട്ട് ആയിക്കോട്ടെ, ടോപ്പ് ആയിക്കോട്ടെ, മറ്റ് കുർത്തി ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ബോട്ടത്തിൽ നിന്ന് മേളിലോട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലോർ പ്രിൻറ്റ്, ഗ്രീൻ കളറിലുള്ളൊരു ഫ്ലോർ പ്രിൻറ്റ് കാണാൻ ഭംഗിയായിരിക്കും. അതിൻ്റെ മേൽഭാഗത്തിൽ ഒഴിച്ച് ബാക്കി നിർത്തി ബോട്ടം ടു ടോപ്പിൽ ഒരു ഗ്രീൻ കളർ ഫ്ലോർ പ്രിൻറ്റ് കാണാൻ ഒരു ഭംഗിയായിരിക്കും. അതിൻ്റെ ബാക്ക് പോർഷനിലും അതുപോലെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ഒരു ഗാർമെൻറ്റ് ഇറക്കുവാണെങ്കിൽ നല്ല കാണാൻ ഭംഗിയായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു റിവ്യൂ പോലെ പറഞ്ഞ ഒരു ഡ്രസ്സാണ് ഈ ഒരു പാറ്റേണിലുള്ള ഒരു ഷർട്ട്. പക്ഷേ ഇത് നേരിട്ട് ഒരാൾ ഇട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി. അത് നേരത്തെ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിരുന്നു. ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മേടിക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ഡേ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അതുപോലെ കൂടുതൽ ഫാഷൻ പ്രൊഡക്ട്സ് എനിക്കൊരു പ്രൊഡക്റ്റ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു റിവ്യൂ ചാനൽ പോലെ കാണരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.